ഈ ദിവസം രാജ്യം കാത്തിരുന്നത് ഒരു വലിയ വിധിക്ക് വേണ്ടിയാണ്. പക്ഷേ വിധി തിങ്കളാഴ്ച വരികയുള്ളൂവെങ്കിലും കോടതി അന്തിമമായി അതിന് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. കൃത്യമായി പറഞ്ഞ 2024 ഓഗസ്റ്റ് 9 കൊൽക്കത്തയിലെ സർക്കാർ നിയന്ത്രിത ഹോസ്പിറ്റലായ RJ-കാർ ആശുപത്രിയിലെ സെമിനാർ മുറിയിൽ ഒരു മൃതദേഹം കിടക്കുന്നു. അവിടുത്തെ ഒരു ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം. ക്രൂരമായ ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു ഡോക്ടർ, ട്രെയിനിയായ ഒരു ഡോക്ടർ കൊല്ലപ്പെടുന്നു. തുടർന്ന് അവിടെ നടന്ന ഒരു ചെറിയ പ്രതിഷേധം, ജൂനിയർ ഡോക്ടർമാരുടെ അടക്കമുള്ള ചെറിയ പ്രതിഷേധം പിന്നീട് രാജ്യം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ബംഗാൾ സ്തംഭിച്ചു. കേരളമടക്കം ജൂനിയർ ഡോക്ടർമാർ ദിവസങ്ങളോളം പണിമുടക്കി. എന്നാൽ മമത കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായില്ല. ആദ്യം CCTV ദൃശ്യങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെ ചില ദൃശ്യങ്ങൾ എവിടെയോ നിന്നോ ചോർന്നു. പിന്നീട് അത് മാധ്യമങ്ങൾ വന്നു. പ്രതി ആരെന്ന് വ്യക്തമായിട്ടും നടപടിയെടുക്കാത്ത മമതയ്ക്കെതിരെ വലിയ പ്രതിഷേധം പശ്ചിമ ബംഗാളിലും രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലും അരങ്ങേറി. രാഷ്ട്രീയ പാർട്ടികൾ മാറി നിന്നിടത്ത് സ്ത്രീകൾ മെഴുകുതിരിയുമേന്തി രാജ്യമെമ്പാടും തെരുവുകൾ കൈയടക്കി. പ്രതിഷേധത്തിൻ്റെ അലകടലായി തീർന്നു. ഒടുവിൽ മുട്ടുമടക്കാതെ നിന്ന മമത സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചു. എന്നാൽ സമരം ചെയ്ത ജൂനിയർ ഡോക്ടർമാരും വിദ്യാർത്ഥികളും പറഞ്ഞത്, നിങ്ങളുടെ സൗകര്യത്തിനല്ല, ഞങ്ങൾ വിളിക്കുന്നിടത്ത്, ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ വരണമെന്ന് മമതയോട് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കണം അവരോടൊരാൾ അങ്ങോട്ട് ആജ്ഞാപിക്കുന്നത്. ഒടുവിൽ ഗതിയില്ലാതെ മമതാ ബാനർജി കുട്ടികൾ പറഞ്ഞ സ്ഥലത്തെത്തി. ചർച്ച നടത്തി. 1 2 അല്ല 3 വട്ടം. പക്ഷേ പരാജയമായിരുന്നു ഫലം. ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ മമതാ ബാനർജി കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെട്ടു. ഒടുവിൽ കേന്ദ്രം ഇടപെട്ടു. ഈ കേസന്വേഷണം CBI ഏൽപ്പിച്ചു. ഒടുവിൽ CBI അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊൽക്കത്ത പോലീസിൻ്റെ സിവിൽ വോളണ്ടിയറായ, അതായത് സിവിൽ ഓഫീസറായ സഞ്ജയ് റായ് ആയിരുന്നു ഈ കൊലപാതകം നടത്തിയത്. ക്രൂരമായി ഒരു ലേഡി ഡോക്ടറെ, ഒരു ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. നിഷ്ഠൂരമെന്നാണ് ആ കൊലപാതക റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അതൊരു ബലാത്സംഗമാണെന്ന് ഒരു റിപ്പോർട്ട് നൽകാൻ പോലും കൊൽക്കത്ത പോലീസിന് ആഴ്ചകളോളം വേണ്ടി വന്നിടത്താണ് സമരം വ്യാപകമായത്. ഏതായാലും CBI ഏറ്റെടുത്ത ആ കേസിൽ 45 പേജുള്ള കുറ്റപത്രം ഹാജരാക്കി. 11 തെളിവുകളാണുള്ളത്. ഒരേ ഒരു പ്രതി, ഈ പറയുന്ന സഞ്ജയ് റായ് എന്ന് പറയുന്ന ഒരേ ഒരു പ്രതി മാത്രമാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഒടുവിൽ കേസ് സീൽദാ കോടതിയിൽ വിധി പറയും എന്ന് കരുതി ഇന്ന് 300ഓളം പോലീസുകാരെയാണ് കോടതിക്ക് ചുറ്റും വിന്യസിച്ചത്. പക്ഷേ വിധി പറഞ്ഞില്ലെങ്കിലും കോടതി പറയാതെ പറഞ്ഞു വെച്ചു, ഈ പ്രതി കുറ്റക്കാരനാണ്, 25 വർഷത്തെ കഠിന തടവോ ഇല്ലെങ്കിൽ വധശിക്ഷയ്ക്കോ എല്ലാം കൊണ്ടും യോഗ്യനാണ് ഈ പ്രതിയെന്ന്. ഏതായാലും മമതാ ബാനർജിയുടെ ധാർഷ്ട്യം കളഞ്ഞ്, ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ തകർത്ത ഒരു വലിയ പ്രതിഷേധമായിരുന്നു RJ-കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ തുടങ്ങിവെച്ചത്. ഏതായാലും അതോടുകൂടി മമതയുടെ കൊമ്പൊടിഞ്ഞു. രാഷ്ട്രീയക്കാരും ഒന്നു ഭയന്നു. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് സ്ത്രീകളും യുവാക്കളും അടക്കമുള്ളവർ തെരുവിലിറങ്ങിയത്. വലിയ പ്രതിഷേധ കടലായി മാറി. മുൻപ് നാം ഇത് അഭയക്കേസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് അതൊരു വലിയ ശബ്ദമായി ഉയരുകയായിരുന്നു. ഏതായാലും ഇരയ്ക്ക് നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വിധിക്കായി തിങ്കളാഴ്ച കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.